ചങ്ങനാശ്ശേരി അസംബ്ലി മണ്ഡലം LDFന് ഒപ്പം. ചങ്ങനാശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ അവസാനഘട്ട ബൂത്തുതല പര്യടനം പൂർത്തിയാക്കി LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ പട്ടണത്തിൽ നടത്തിയ റോഡ് ഷോ അക്ഷരാർത്ഥത്തിൽ വോട്ടർമാരുടെ സംഗമ ഭൂമിയായി. അപ്സര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകർക്ക് പുറമെ അനുഭാവികളും ബഹുജനങ്ങളും പങ്കെടുത്തു. കൈകൊട്ടിക്കളി, കോൽക്കളി, തിരുവാതിരകളി, ചെണ്ടമേളം, ബാൻഡ്യമേളം തുടങ്ങി വിവിധ കലാരൂപങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, ഹോട്ടൽ തൊഴിലാളികൾ, വ്യാപാരികൾ, വിവിധ മേഖലയിലെ തൊഴിലാളികൾ, പെൻഷൻകാർ, ഡ്രൈവർമാർ, വഴിയോര കച്ചവടക്കാർ, വിദ്യാർത്ഥികൾ, അമ്മമാർ, യുവതികൾ, യുവാക്കൾ തുടങ്ങി സമൂഹത്തിലെ നാനാ തുറയിലുള്ളവർ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിനെ മാലയിട്ട് സ്വീകരിച്ചു. ജാഥയിലും പര്യടനത്തിലും സ്ഥാനാർത്ഥിക്കൊപ്പം അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA സാന്നിധ്യം ശ്രദ്ധേയമായി. സ്ഥാനാർത്ഥിയെ കാണുവാനും സ്വീകരിക്കുവാനും വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ വലിയ ജനക്കൂട്ടം കാത്തുനിന്നത് കാണുമ്പോൾ ഇക്കുറി ചങ്ങനാശ്ശേരി അസംബ്ലിയിൽ LDFന് നിർണായക ലീഡ് ലഭിക്കുമെന്ന് നിഷ്പക്ഷ വോട്ടർമാർ രാഷ്ട്രീയം ന്യൂസിനോട് പറഞ്ഞു. പര്യടന പരിപാടികൾക്കും റോഡ് ഷോയ്ക്കും LDF നേതാക്കളായ KC ജോസഫ്, അഡ്വക്കേറ്റ് K മാധവൻപിള്ള, ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ, TN രമേശൻ, മോഹൻ ചേന്നംകുളം, കൃഷ്ണകുമാരി രാജശേഖരൻ, TS നിസ്താർ, മാത്യൂസ് ജോർജ്, PA നിസാർ, സജി ആലുംമുട്ടിൽ, മൻസൂർ, MR രഘുദാസ്, LDYF നേതാക്കളായ K രഞ്ജിത്ത്, ജസ്റ്റിൻ, ജോസഫ് കളത്തിൽ, സിയ വഹാബ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന വീരോചിതമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ പക്ഷേ നന്ദി രേഖപ്പെടുത്തുക. 26-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ചിഹ്നമായ അരിവാൾ നിൽക്കുന്ന ചിഹ്നത്തിൽ നിങ്ങൾ വിലയേറിയ വോട്ടുകൾ നൽകി വൻപിച്ച വിടുത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നു. നിങ്ങൾ നൽകിയ സ്നേഹോചിതമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി രേഖപ്പെടുത്തുവാൻ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി CA അരുൺകുമാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഭരണഘടനയും എല്ലാം ചീന്തുവാൻ ശ്രമിക്കുന്ന രാജ്യത്തിന്റെ ഭരണകൂടങ്ങൾക്കെതിരായിട്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കാലങ്ങളിൽ ഈ കേരളത്തിൽ നിന്ന് പോയ 18 MPമാർ അവർ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഈ നാട്ടിനോട് കാണിച്ച സമീപനത്തെ സംബന്ധിച്ചെല്ലാം ഈ നാടിന് നല്ല ഓർമ്മകളുണ്ട്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ നന്നായി ഓർക്കണമെന്നും, ഈ രാജ്യത്ത് നാമമാത്രമാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ അംഗങ്ങളെങ്കിൽ പോലും ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഉറച്ച നിലപാടുകളും ഉറച്ച ശബ്ദങ്ങളും ജനിച്ചു വളരുവാൻ ഈ നാട്ടിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അവരെ ജീവിതത്തിൽ നടന്നു മുന്നോട്ട് നീങ്ങിയിട്ട് ഈ നാട്ടിൽ മരിച്ച് സുഖമായി പരലോകത്ത് ചെല്ലുവാൻ വേണ്ടിയിട്ടുള്ള അവകാശം നിഷേധിക്കുന്നിടത്താണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ രാജ്യത്തിന്റെ പൗരത്വത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ഈ രാജ്യത്ത് വലിയ ചർച്ചകൾ സൃഷ്ടിക്കുമ്പോൾ അതിനെയെല്ലാം മൗനത്തിൽ ഭജിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ കാര്യങ്ങളിൽ അവരുടെ നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ പറയുമ്പോഴാണ് ഈ രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ നാട്ടിൽ ഉറച്ച ശബ്ദവും ഉറച്ച നിലപാടുകളുമായിട്ടാണ് ഇടതുപക്ഷം പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ കൂടുതൽ പാർലമെന്റ് മെമ്പർമാർ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവ് ഈ നാടിനുണ്ടാകണമെന്നാണ് വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ ജനാധിപത്യത്തെ, ഈ നാടിന്റെ മതേതരത്വത്തെ, ഈ നാടിന്റെ ഭരണഘടനയെല്ലാം സംരക്ഷിക്കുവാൻ, നിങ്ങളോടൊപ്പം ഈ നാടിന്റെ ഭാഗമാകുവാൻ, നിങ്ങളുടെ എല്ലാം ഒരു കുഞ്ഞനുജനായി, സഹോദരനായി, സുഹൃത്തായി, കൂടപ്പിറപ്പായി എല്ലായ്പ്പോഴും CA അരുൺകുമാർ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങളോടൊപ്പം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട് നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുവാൻ വേണ്ടി പോവുകയാണ്. മാവേലിക്കരയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പേര് നമ്മുടെ ബാലറ്റ് പേപ്പറിൽ ഒന്നാമതാണെന്ന് എല്ലാവരും മനസ്സിൽ കരുതി വെക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ, വാഴപ്പള്ളി വെസ്റ്റ്, ചങ്ങനാശ്ശേരി. മൊബൈൽ 9447954321.